ബിഹേവിയർ എന്ന് പറയുന്നത് റിയാക്ഷൻ. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു റിയാക്ഷൻ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, കുറേ കാലം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാരക്ടറായി മാറും. റിയാക്ട്. അപ്പോൾ നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മളൊരു കളിയാക്കി, നമ്മളൊരാൾ ചുവപ്പ കളിയാക്കി, നമ്മൾ സാധാരണ ഗതിയിലാണെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് നമ്മൾ അതിൽ കൂടെ കൂടുക, അല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിച്ച് വിടും. പക്ഷേ ഷുഗർ താന്നിരിക്കുന്ന സമയമാണ്, ഗ്ലൂക്കോസ് താന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ സെലിബ്രിറ്റീസ് മുതൽ എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്ന വെയിറ്റ് ലോസിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. 16 മണിക്കൂറൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുക. ഇനി എനിക്കൊരു ചോദ്യമുള്ളത്, അതായത് നമ്മൾ നന്നായി പെരുമാറാത്തത് നമ്മൾ നല്ല ആളല്ലാത്തത് കൊണ്ടാണോ, അതോ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണോ എന്നുള്ളതാണ്. നമ്മൾ നല്ല നീ അല്ലാതെ അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതാണ് ഇവിടെ ഇങ്ങനെ വയറിന്റെ ചുറ്റുമൊക്കെ ഫാറ്റായിട്ട്, ഇവിടെയൊക്കെ ഫാറ്റായിട്ട് ശരീരം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ലോങ് ടേം ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്. നമ്മൾ നാഗവല്ലി ഗംഗയിലേക്ക് തിരിച്ചു വരുന്നൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ചു വരുമ്പോൾ ചോദിക്കില്ലേ, നഗരേട്ടാ എനിക്ക് എന്താ പറ്റിയത്, അതുപോലെ ബ്രെയിന് ചോദിക്കും കൺഫ്യൂസ്ഡ് ആയിട്ട്, അയ്യോ ഞാനിപ്പോൾ എന്ത് പ്രവർത്തിച്ച്. കാരണം ആ ഫൈബറിനെ ഡൈജഷൻ ചെയ്യാൻ ബോഡിക്ക് പറ്റില്ല, ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ബോഡിക്ക് പറ്റില്ല. അപ്പോൾ ഫൈബർ എന്തിനാന്ന് ചോദിച്ച ആൻസറിന്, അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ നല്ല ഷുഗർ ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്ക് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇൻസുലിൻ റിലീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് കാര്യം മുട്ട ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും, ഹാർട്ട് ഡിസീസ് വരും. ഇതൊരു മിത്താണ് എന്നുള്ളത് ഇപ്പോൾ റീസെൻറ്റ് സയൻറ്റിഫിക് സ്റ്റഡി എല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാരുണ്ട് മുട്ടയുടെ വെള്ളം മാത്രം കഴിച്ചിട്ട് മുട്ടയുടെ ഉണ്ണി യോക്ക് കളയുന്ന ആൾക്കാർ. മണ്ടത്തരമാണ് ചെയ്യുന്നത്. റാക്സ് ആൻഡ് ജോബിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇൻട്രോ ഒക്കെ ഉണ്ട് വെറൈറ്റി ആയിട്ട്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ന്യൂട്രീഷനുമായി ബന്ധപ്പെട്ട് നമ്മളുടെ ഇടയിലുള്ള കുറേ മിത്തുകളുണ്ട്. ആ മിത്തുകൾ, അതുപോലെ ന്യൂട്രീഷനും മെൻ്റൽ ഹെൽത്തൊക്കെ ആയിട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്ത്, ക്യാരക്ടർ ഡെവലപ്മെൻറ്റൊക്കെ ആയിട്ട് എങ്ങനെയാണ് കണക്റ്റഡ് എന്നുള്ള ജോബി പറയും. പിന്നെ ഡൈജഷൻ എന്നുള്ള പ്രോസസ്സൊക്കെ എന്താണെന്നൊക്കെ സിമ്പിളായിട്ടുള്ള ടേംസിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതി എക്സ്പ്ലെയിൻ ചെയ്യാം. സോ വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് റാക്സ് ആൻഡ് ജോബി. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ന്യൂട്രീഷൻ ആൻഡ് ഡൈജഷൻ. ന്യൂട്രീഷൻ എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിനെ പറ്റി സംസാരിക്കുന്നതിന് മുന്നേ ഈ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഡൈജഷൻ സംഭവിച്ചിട്ടാണല്ലോ എനർജിയൊക്കെ കിട്ടുന്നത്. ആ ഒരു പ്രോസസ്സ് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വിൽ ഗോ ടു ന്യൂട്രീഷൻ. ഡൈജഷൻ എന്നുള്ള പ്രോസസ്സ് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ ഫുഡ് കഴിച്ചത് വായിലിടുമ്പോൾ തന്നെ ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ സ്റ്റൊമക്കിൽ എത്തുമ്പോഴല്ല ഡൈജഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. വെൻ ദ ഫുഡ് എൻറ്റേഴ്സ് ദ മൗത്ത്, ഡൈജഷൻ സ്റ്റാർട്ട്സ് ദർ. നമ്മളുടെ പല്ല് അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പാർട്സ് ആക്കുന്നു. അപ്പോൾ ഡൈജഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് ഒരു വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ട്രക്ചറിനെ കുഞ്ഞു കുഞ്ഞു പാർട്സ് ആക്കുകയാണ്. ഒന്ന് ബിൽഡ് ചെയ്യുന്നതല്ല, ചെറിയ ചെറിയ കോമ്പണൻസ് വെച്ചൊരു സംഭവം ബിൽഡ് ചെയ്യല്ല, പക്ഷേ ഒരു വലിയ മോളിക്യൂളിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് ചെറിയ ചെറിയ പാർട്സ് ആക്കുന്ന പ്രോസസ്സാണ് ഡൈജഷൻ. സോ വെൻ യു സ്വാലോ ദ ഫുഡ് വായിലിടുന്ന സമയത്ത് തന്നെ അതിനെ ചെറിയ പാർട്സ് ആക്കി ചൂ ചെയ്തിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പം തന്നെ സലൈവ വായിൽ നിന്ന് റിലീസാവും. സലൈവ സ്റ്റാർച്ചിനെ ഡിസ്മാൻഡിൽ ചെയ്യാൻ തുടങ്ങും. എന്നിട്ട് ഇത് നേരെ സ്റ്റൊമക്കിൽ ചെല്ലും. സ്റ്റൊമക്ക് എന്ന് പറയുന്ന ആസിഡിൻ്റെ ഒരു ടാങ്കാണ്, ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ ടാങ്കാണ് സ്റ്റൊമക്ക്. ആസിഡിക് ആണ്. നമ്മൾ കഴിക്കുന്ന ഈ ഫുഡിനെ ഒരു സൂപ്പ് പരുവത്തിലാക്കും. അതിൻ്റെ പേരാണ് കൈം. എന്നിട്ട് ഇത് നേരെ ചില സ്മോൾ ഇൻറ്റെസ്റ്റൈനിലോട്ടാണ്, ചെറുകുടലിലേക്കാണ്. ഇവിടെയാണ് ഈ മാജിക്ക് സംഭവിക്കുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ ന്യൂട്രിയൻസും ചെറുകുടലിൻ്റെ സ്മോൾ ഇൻറ്റെസ്റ്റൈൻ്റെ വാൾസിലാണ് അബ്സോർബ് ചെയ്യുന്നത്, എനർജി ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് ഉണ്ടെങ്കിൽ, അതായത് അരി ഭക്ഷണത്തിൽ നിന്ന് കിട്ടുന്ന കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ടെങ്കിൽ, ആ കാർബോഹൈഡ്രേറ്റ്സിനെ ഡയറക്റ്റ്ലി ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഷുഗർ ആണെങ്കിൽ ഗ്ലൂക്കോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഈ ഗ്ലൂക്കോസ് ആണ് നമുക്ക് ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസും ഒക്കെ വേണ്ടത്. ഇൻസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് വേണ്ട എനർജിയുടെ റിക്വയർമെൻ്റ് എല്ലാം ഗ്ലൂക്കോസ് ആണ് തരിക. ഇപ്പം ഞാൻ ഇവിടെ നിന്ന് കൈ പൊക്കുന്നു, കൈ ലിഫ്റ്റ് ചെയ്യുന്നു, സംസാരിക്കുന്ന സമയത്ത് വേണ്ട ഇതിനെല്ലാവരും എനർജി സപ്ലൈ ചെയ്യുന്ന ആൾ ഗ്ലൂക്കോസ് ആണ്. ഇനി നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻസ് ഉണ്ടെങ്കിൽ അത് റിപ്പയറിനാണ് യൂസ് ആവുക. ഇപ്പം നമ്മൾ ചിക്കണും മുട്ടയൊക്കെ കഴിച്ചിട്ട് പ്രോട്ടീൻ നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് മസിൽ റിപ്പയറിനാണ് യൂസ് ആവുക. ആൻഡ് മൂന്നാമതായിട്ട് ഫാറ്റ് എന്ന് പറയുന്നത് ലോങ് ടേം എനർജിക്ക് വേണ്ടി ശരീരം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്ന സാധനമാണ്. ഗ്ലൂക്കോസും കഴിഞ്ഞു, പ്രോട്ടീനും ഇല്ല, ലാസ്റ്റ് ഒരു സ്റ്റേജ് വരുമല്ലോ, അപ്പോഴാണ് ഫാറ്റിൻ്റെ പരിപാടി എടുക്കുകയുള്ളൂ. അതാണ് ഇവിടെ ഇങ്ങനെ വയറിൻ്റെ ചുറ്റുമൊക്കെ ഫാറ്റായിട്ട്, ഇവിടെയൊക്കെ ഫാറ്റായിട്ട് ശരീരം സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ലോങ് ടേം ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ടാണ്, ലോങ് ടേം സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്.
ഇനി നമ്മൾ കഴിക്കുന്ന ഫുഡിൽ ഫൈബർ ഉണ്ട്. ആ ഫൈബറിനെ ഡൈജഷൻ ചെയ്യാൻ ബോഡിക്ക് പറ്റില്ല. ഫൈബറിനെ ഡൈജസ്റ്റ് ചെയ്യാൻ ബോഡിക്ക് പറ്റില്ല. അപ്പോൾ ഫൈബർ എന്തിനാന്ന് ചോദിച്ച ആൻസറിന് എക്സ്ക്രീഷൻ പ്രോസസ്സ് ഉണ്ടല്ലോ, അത് സ്മൂത്ത് ആക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കഴിക്കുന്ന ഫുഡിലുള്ള ഫൈബർ ഡൈജസ്റ്റ് ആവാതെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ലാർജ് ഇൻറ്റസ്റ്റൈൻ പോയി ലാർജ് ഇൻറ്റസ്റ്റൈൻ റെക്ടം വഴി പുറത്തേക്ക് പോകുന്ന എക്സ്ക്രീഷൻ പ്രോസസ്സ് സ്മൂത്ത് ആക്കാനാണ് ഫൈബർ കണ്ടന്റ് ഉള്ളത്. അപ്പോൾ മോഷനൊക്കെ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക് സജസ്റ്റ് ചെയ്യുക ഹൈ ഫൈബർ ഫുഡ് കഴിക്കാൻ പറയുന്നതിൻ്റെ പിന്നിലെ സയൻസ് ഇതാ. ഫൈബർ ഡൈജസ്റ്റ് ആവില്ല, പക്ഷേ ഫൈബറിൻ്റെ ആക്ടിവിറ്റി ഈ പറഞ്ഞ എക്സ്ക്രീഷൻ പ്രോസസ്സ് സ്മൂത്ത് ആയിട്ട് നടത്തുക എന്നുള്ളത് മാത്രം. സോ കാർബ്സ് ഇമ്മീഡിയറ്റ് ഗ്ലൂക്കോസ് ആയിട്ട് സ്റ്റോർ ചെയ്യുന്നു. ഗ്ലൂക്കോസ് നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള എനർജി തരുന്നു. പ്രോട്ടീൻ റിപ്പയറിന് വേണ്ടി, ഫാറ്റ് ലോങ് ടേമിന് വേണ്ടി. ഇനി നമ്മൾക്ക് എനർജി ആവശ്യമുണ്ട്. നമ്മൾ കഴിച്ച ഫുഡിൽ നിന്നാണ് നമുക്ക് എനർജി കിട്ടുന്നതെന്ന് അറിയാം. നമുക്കൊരു ആക്ടിവിറ്റി ചെയ്യാൻ എനർജി വേണം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോഴായാലും നമ്മൾ നടക്കുമ്പോഴായാലും നമ്മൾ ഓടുമ്പോഴായാലും എൻ്റെ കൈ ഇങ്ങനെ ലിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് എനർജി വേണം. ഈ എനർജി നമ്മൾ കഴിച്ച ഫുഡിൽ നിന്ന് എങ്ങനെ കൺവേർട്ടായി വരുന്നു എന്നുള്ളതാണ് ATP എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡും ന്യൂട്രിയൻസ് അബ്സോർബ് ചെയ്തിട്ട് ATP എന്ന് പറഞ്ഞൊരു മോളിക്യൂളായിട്ട് കൺവേർട്ട് ആവും. ATP എന്ന് പറഞ്ഞാൽ അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ്. അതൊരു മോളിക്യൂളാണ്. അതിനകത്ത് 3 ഫോസ്ഫേറ്റിൻ്റെ ബോണ്ട് ഉണ്ട്. അതാണ് ട്രൈഫോസ്ഫേറ്റ്. നമുക്ക് എനർജി വേണ്ട സിറ്റുവേഷൻ വന്നു എന്ന് വിചാരിക്കാം. നമ്മുടെ ബോഡി ഇപ്പോൾ ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് എനർജി വേണം. അപ്പോൾ കണ്ടിന്യൂസ്ലി അവിടെ എന്താ സംഭവിക്കുന്നത് ഇൻറ്റേർണലി എന്നുണ്ടെങ്കിൽ അഡനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന് പറഞ്ഞ 3 ബോണ്ടുള്ള സാധനം ബ്രേക്ക് ആയിട്ട് 2 ബോണ്ടാവും. അഡനോസിൻ ഡൈഫോസ്ഫേറ്റ് ആവും. ഈച്ച് ടൈം ഒരു മോളിക്യൂള് ബ്രേക്ക് ഡൗൺ ചെയ്യുന്ന സമയത്ത് അതിന് എനർജി റിലീസ് ആവും. ആ എനർജിയാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ വേണ്ടി എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇങ്ങനെ ബോണ്ട് ബ്രേക്കായി തിരിച്ച് വീണ്ടും നമ്മൾ കഴിക്കുന്ന ഫുഡിന് എനർജി അബ്സോർബ് ആവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഈ ബ്രേക്ക് ആയിട്ടുള്ള ബോണ്ടിനെ ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് വീണ്ടും മാറ്റും. എനർജി വേണ്ടപ്പോൾ ട്രൈഫോസ്ഫേറ്റ് ഡൈഫോസ്ഫേറ്റ് ആയിട്ട് ബോണ്ട് ബ്രേക്ക് ചെയ്ത് എനർജി തരുന്നു. കഴിക്കുന്ന ഫുഡിൽ നിന്ന് വീണ്ടും എനർജി അബ്സോർബ് ചെയ്തിട്ട് ഡൈഫോസ്ഫേറ്റ് ട്രൈഫോസ്ഫേറ്റ് ആയിട്ട് മാറുന്നു. ഇങ്ങനെ ഒരു സൈക്കിളിലാണ് നമുക്ക് എനർജി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. സോ ഇതാണ് ഡൈജഷൻ എന്ന് പറഞ്ഞൊരു പ്രോസസ്സിൽ നടക്കുന്ന സയൻസ്. ഇത് കുറച്ച് സയൻറ്റിഫിക് എക്സ്പ്ലനേഷൻ ആയിപ്പോയി. അല്ലല്ല, ഭയങ്കര വ്യത്യാസമായ ഒരു അപ്രോച്ചാണ്. ഇനി പറയാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മിത്തുകളാണ്. മുട്ടയാണ് നമ്മുടെ മെയിൻ വില്ലൻ, എഗ്സ്. നമ്മളെല്ലാവരും പണ്ട് മുതലേ ട്രഡീഷണലി പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം, മുട്ട ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും, ഹാർട്ട് ഡിസീസ് വരും. ഇതൊരു മിത്താണ് എന്നുള്ളത് ഇപ്പോൾ റീസെൻറ്റ് സയൻറ്റിഫിക് സ്റ്റഡി എല്ലാം പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഇതെങ്ങനെ മുട്ടയ്ക്ക് ചീത്തപ്പേര് കിട്ടിയെന്നുള്ളതും മുട്ട കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ എന്താ സംഭവിക്കുക എന്നുള്ളത് എക്സ്പ്ലെയിൻ. ഒരു 90s 80s കാലഘട്ടത്തിലുള്ള സ്റ്റഡിയിൽ മുട്ട കഴിക്കുന്ന സമയത്ത് കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് ഒബ്സർവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹൈ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ അത് ഹാർട്ട് ഡിസീസുമായിട്ട് ലിങ്ക്ഡ് ആണ്. കൊളസ്ട്രോൾ കൂടുതലുള്ളവർക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മുട്ടയ്ക്ക് ചീത്തപ്പേര് കിട്ടി, മുട്ട കഴിക്കുന്നു, കൊളസ്ട്രോൾ കൂടുന്നു, ഹാർട്ട് അറ്റാക്ക് വരുന്നു. പക്ഷേ ആക്ച്വലി മുട്ട കഴിക്കുന്നത് കൊണ്ട് കൊളസ്ട്രോൾ കൂടുന്നില്ല. 70 to 75% ആൾക്കാരിലും കൊളസ്ട്രോൾ ലെവൽ ബാലൻസ്ഡ് ആണ്. ഒരു 25% ആൾക്കാർ ഹൈപ്പർ റെസ്പോണ്ടേഴ്സ് ഉണ്ട്. അതൊരു പ്രത്യേക കാറ്റഗറി ഓഫ് ആൾക്കാരാണ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്ന ആൾക്കാർ. അവരിലും ഗണ്യമായിട്ടുള്ള ഇൻക്രീസ് ഇല്ല. അപ്പം എങ്ങനെ ഈ കൊളസ്ട്രോൾ കൂടുന്നു എന്ന് ചോദിക്കുന്നതിൻ്റെ ആൻസറാണ്, മുട്ട നമ്മൾ വെറും ബോയിൽഡ് എഗ് ആയിട്ടല്ല കഴിക്കുക. എപ്പോഴും മുട്ടേനെ ഇപ്പോൾ ഒരു ട്രഡീഷൻ വെച്ച് ഇവിടുത്തെ ഒരു ഫുഡ് കൾച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഹൈ ഓയിൽ വെച്ച് കുക്ക് ചെയ്യുന്ന പ്രോസസ്സാണ് മുട്ട. എല്ലാവരും ഹൈ കണ്ടൻറ്റ് ഓയിൽ വെച്ചിട്ടും വനസ്പതി, ഗീ, ഇപ്പം നമ്മൾ മുട്ട സ്ക്രാമ്പിൾ ചെയ്യുകയാണെങ്കിലായാലും ഓംലെറ്റ് ഉണ്ടാക്കുകയാണെങ്കിലും ഹൈ ക്വാണ്ടിറ്റി ഓഫ് ഓയിൽ ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. മുട്ട എലോൺ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ ലെവൽ ഇസ് നോട്ട് ഇൻക്രീസിങ്. പക്ഷേ മുട്ടേനെ ഇങ്ങനെ പ്രോസസ് ചെയ്തിട്ട് കുറേ ഓയിൽ വെച്ച് കുക്ക് ചെയ്യുമല്ലോ, അപ്പോഴാണ് ആക്ച്വലി കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. പക്ഷേ ചീത്തപ്പേര് ആർക്കാണ് കിട്ടുന്നത്? മുട്ടയ്ക്കാണ്. ഈ ഓയിലാണ് ആക്ച്വലി കൊളസ്ട്രോൾ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നത്. മുട്ട ഇസ് ദ ചീപ്പസ്റ്റ് ബട്ട് ബെസ്റ്റ് പ്രോട്ടീൻ സോഴ്സ് യു ക്യാൻ ഗെറ്റ്. ഒരാൾക്ക് ധൈര്യമായിട്ട് ഒരു ദിവസം 2 മുട്ട വെച്ചൊക്കെ സുഖസുന്ദരമായി കഴിക്കാം. ഒരു കൊളസ്ട്രോൾ ലെവൽ ഒന്നും കൂടില്ല. പിന്നെ കുറേ ആൾക്കാരുണ്ട് മുട്ടയുടെ വെള്ളം മാത്രം കഴിച്ചിട്ട് മുട്ടയുടെ ഉണ്ണി യോക്ക് കളയുന്ന ആൾക്കാർ. മണ്ടത്തരമാണ് ചെയ്യുന്നത്. മുട്ടയുടെ വൈറ്റിൽ ജസ്റ്റ് പ്രോട്ടീനും വാട്ടറും മാത്രമേ ഉള്ളൂ. മുട്ടയുടെ യെല്ലോയിലാണ്, മുട്ടയുടെ യോക്കിനകത്താണ് വൈറ്റമിൻ ഡി, B12, പിന്നെ സെലീനിയം, കൊലൈൻ എന്ന് പറഞ്ഞ 2 കോമ്പണൻസ് ഉണ്ട്. ഇത് ബ്രെയിനൊക്കെ അടിപൊളിയാണ്.
പിന്നെ ലൂട്ടിൻ എന്ന് പറഞ്ഞ വേറൊരു കോമ്പണൻ്റ് ഉണ്ട്, അത് കണ്ണുകൾക്കും അടിപൊളിയാണ്. ഇതെല്ലാം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ വെള്ളം മാത്രം കഴിക്കുന്നത്. സോ മുട്ട ആക്ച്വലി വില്ലൻ അല്ല. മുട്ട എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ള പ്രോസസ്സാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങളൊരു ജസ്റ്റ് ബോയിൽഡ് എഗ്ഗ് മാത്രമായിട്ടാണ് കഴിക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരുവിധ ഓയിലും ആഡ് ചെയ്യാതെ മുട്ട കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ മുട്ട കഴിച്ചുകൊണ്ട് കൊളസ്ട്രോൾ ലെവൽ വിൽ നെവർ ഇൻക്രീസ്. അതിനെപ്പറ്റി സ്റ്റഡി ഉണ്ട്, ചുമ്മാ ക്ലെയിം ചെയ്യുന്നതല്ല. യു ക്യാൻ ചെക്ക് ആൾസോ. മുട്ട, എഗ്സ് ആർ ദ ബെസ്റ്റ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അത് കഴിക്കുന്നത് കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഐ ആം എ പേഴ്സൺ ഹൂ ഈറ്റ്സ് എ ലോട്ട് ഓഫ് എഗ്സ് എവറി ഡേ. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. എൻ്റെ ഏറ്റവും നല്ല പ്രോട്ടീൻ സോഴ്സ് വരുന്നത് എഗ്ഗിലൂടെയാണ്. സോ ആ ചീത്തപ്പേര് ഈ പോഡ്കാസ്റ്റിലൂടെ മുട്ടയ്ക്ക് ഒഴിവാക്കി കൊടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. ദാറ്റ്സ് വൈ ഐ ഹാവ് ടോൾഡ് ദിസ്. സോ ധൈര്യമായിട്ട് മുട്ട കഴിക്കാം. പക്ഷേ മുട്ട എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഓയിലൊക്കെ ഒഴിച്ച് ഓംലെറ്റ് ഒക്കെ അടിച്ച് സ്ക്രാമ്പിൾഡ് എഗ്സ് ഒക്കെ ആണെങ്കിൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഇൻക്രീസ് ദ കൊളസ്ട്രോൾ. ബട്ട് ചീത്തപ്പേര് മുട്ടയ്ക്ക് കൊടുക്കരുത്, നിങ്ങൾ ആഡ് ചെയ്യുന്ന ഓയിലിനാണ്. ഇപ്പം നീ ഈ ഫുഡ് കഴിച്ചാലുള്ള ഡൈജഷൻ പ്രോസസ്സും പിന്നെ അതെങ്ങനെ ന്യൂട്രീഷന് കൺവേർട്ട് ആവും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമുക്ക് ഈ ന്യൂട്രീഷ്യസ് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് നല്ല ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ? പോസിബിൾ ആണ്. പോസിബിൾ ആണോ? പോസിബിൾ ആണോ അല്ലേ? അതെ. കുറേ പേർക്ക് സംശയം ഉണ്ടാവും, എനിക്ക് എൻ്റെ ക്യാരക്ടർ നല്ലതല്ല, അതുകൊണ്ട് നന്നാക്കി എടുക്കാൻ ഒരു മാർഗ്ഗമാണ് ഈ നല്ല ഫുഡ് കഴിച്ചാൽ മതി. എന്തൊക്കെ ഫുഡാണ്, എങ്ങനെയാണെന്നുള്ള ടിപ്സൊന്നുമല്ല. നമ്മുടെ ഫുഡ് കഴിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ സംസാരിച്ച് കഴിഞ്ഞാൽ നമുക്കത് ക്യാരക്ടർ മാറ്റാനായിട്ട് ഉപകാരപ്പെടും. നല്ലൊരു ടോപ്പിക്കാണ്. അതെ, ഫുഡും ക്യാരക്ടർ. അതെ. അപ്പോൾ അത് നമ്മൾ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ചില ആൾക്കാർ കാണുമ്പോൾ നമുക്ക് തോന്നും ഇപ്പം ഭയങ്കര ദേഷ്യക്കാരനാണല്ലോ, ഇവന് ഒന്നും ക്ഷമയില്ലല്ലോ എന്ന് തോന്നാറുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് ബ്രെയിനിലെ ഗ്ലൂക്കോസിൻ്റെ കുറവുള്ളതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് ഗ്ലൂക്കോസ്? ഗ്ലൂക്കോസ് നമ്മുടെ ബ്രെയിനിന് ഏറ്റവും ആവശ്യമുള്ള ഫ്യൂവലാണ്, എനർജി സപ്ലൈ ചെയ്യുന്ന സോഴ്സാണ്. അത് കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ബ്രെയിനിൻ്റെ പ്രവർത്തനം നിലയ്ക്കും. അപ്പോൾ അവൻ ഇതുപോലെ പെട്ടെന്ന് റിയാക്ഷൻ ചെയ്യാൻ തുടങ്ങും. നമ്മൾ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ശരീരത്തിൽ നമ്മൾ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കഴിക്കേണ്ട ഫുഡ് അല്ലെങ്കിൽ നമ്മൾ ഒഴിവാക്കുന്ന കുറച്ച് ഫുഡുകൾ ഇതൊക്കെ ബന്ധപ്പെട്ടാണ് നമ്മുടെ ക്യാരക്ടർ ഇരിക്കുന്നത്. ഇത് ഇംബാലൻസ്ഡ് ആവുന്ന സമയത്താണ് നമ്മളുടെ ക്യാരക്ടർ മാറുന്നത്. അപ്പോൾ ഞാൻ ഇതിൽ മെയിനായിട്ട് പ്രധാനപ്പെട്ട 3 പോയിൻ്റാണ്. ഒന്ന് ഓക്സിറ്റോസിൻ, സെറോട്ടോണിൻ, പിന്നെ ഡോപ്പമൈൻ. ഓക്സിറ്റോസിൻ എന്ന് പറഞ്ഞാൽ എന്താ? സിമ്പിളായിട്ട് അതൊരു ലവ് ഹോർമോണാണ്. നമുക്ക് വേറൊരു അനുഗമനം തോന്നാൻ, നമുക്ക് അതിനോട് സ്നേഹം തോന്നാൻ, നമ്മൾ ഫ്രണ്ട്സ്, ഫാമിലി അല്ലെങ്കിൽ അയൽക്കാരായിട്ട് സൗഹൃദത്തിലിരിക്കാനൊക്കെ ഇവനാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഗ്രേറ്റ്. രണ്ടാമത്തെ ആളാണ് സെറോട്ടോണിൻ. അവൻ ഹാപ്പി ഹോർമോൺ. നമ്മളെ നല്ല സന്തോഷിച്ചിരുന്നാൽ മാത്രമേ നമ്മൾ വേറൊരാളോട് നന്നായിട്ട് പ്രവർത്തിക്കില്ല, മീൻസ് പെരുമാറുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ എന്താ പറയുക നല്ല ക്യാരക്ടർ രൂപീകരിക്കാൻ പറ്റുള്ളൂ. ഈ സെറോട്ടോണിൻ്റെ കേസ് പറഞ്ഞപ്പോഴാണ്, സെറോട്ടോണിൻ്റെ 95% പ്രൊഡക്ഷനും സംഭവിക്കുന്നത് ഗട്ടിലാണ്. ഈവൻ ദോ അതൊരു ഹോർമോൺ, ബ്രെയിൻ ന്യൂറോ ഹോർമോൺ ആണെങ്കിൽ പോലും, ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ പോലും 95% പ്രൊഡക്ഷൻ നടക്കുന്നത് ഗട്ടിലാണ്. എന്നിട്ട് ഈ ഗട്ടിൽ നിന്ന് വേഗസ് നെർവ് വഴിയാണ് ഇത് ബ്രെയിനിലേക്ക് എത്തുന്നത്. നല്ല ഫുഡ് കഴിച്ചാൽ, നല്ല ഗട്ട് ഹെൽത്ത് ഉള്ള ഒരാൾക്ക് സെറോട്ടോണിൻ്റെ പ്രൊഡക്ഷൻ കൂടുതലായിരിക്കും. അയാൾ എപ്പോഴും ഹാപ്പി ആയിട്ട്, മൂഡ് സ്റ്റെബിലൈസ്ഡ് ആയിട്ടിരിക്കും. മൂന്നാമത്തെയാണ് ഡോപ്പമൈൻ. ഡോപ്പമൈൻ റിസ്ക് റിവാർഡ് സിസ്റ്റം. നീ ഇപ്പോൾ നല്ല ഒരാളോട് എക്സാമ്പിൾ പറഞ്ഞൊരു നല്ല ദാഹിച്ചിട്ടൊരു വെള്ളം ചോദിച്ചു. അപ്പോൾ വെള്ളം അയാൾ തന്നു. അപ്പം നിനക്ക് അതിൽ തിരിച്ച് അയാളോട് താങ്ക്സ് എന്ന് പറയാൻ തോന്നുന്നുണ്ട്. അപ്പം നിനക്ക് ഈ താങ്ക്സ് പറഞ്ഞു കഴിഞ്ഞിട്ട് നിൻ്റെ മനസ്സിൽ നിനക്കാണ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ആവും. അയാൾ എനിക്ക് ചെയ്തു തന്ന ഉപകാരത്തിന് ഞാൻ പറഞ്ഞു. അപ്പോൾ റിസ്ക് റിവാർഡ് സിസ്റ്റം അതാണ്. അപ്പോൾ ഇത് ഡെവലപ്പ് ചെയ്യുന്നത് നമ്മൾ നല്ല ഫുഡുകൾ കഴിക്കുമ്പോൾ ഡെവലപ്പ് ആക്കാൻ പറ്റും. ഇനി നമുക്ക് വിശന്നിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യം വരാറുണ്ട്. അത് കുറേ ആൾക്കാർ പറയണ കേട്ടിട്ടുണ്ട്. എനിക്ക് പേഴ്സണലി അങ്ങനെ അനുഭവമുണ്ട്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ്. അതിന് നമ്മൾ സിമ്പിളായിട്ട് ഹംഗ്രി എന്നുള്ള വാക്കും ആംഗ്രി എന്നുള്ള വാക്കും കൂട്ടിക്കലർത്തി നമുക്ക് ഹാംഗ്രി എന്ന് വിളിക്കാം. അതൊരു പ്രത്യേക സ്റ്റേറ്റാണ്, ഹാംഗ്രി സ്റ്റേറ്റ്. അതെന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ വിശന്നിരിക്കുന്ന സമയത്ത് നമ്മുടെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറവായിരിക്കും. ഗ്ലൂക്കോസാണ് നമുക്ക് എനർജി വേണ്ടത്, പ്രത്യേകിച്ച് ബ്രെയിനിന് ഏറ്റവും കൂടുതൽ. കറക്റ്റ്. അപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കുറയുമ്പോൾ എന്താ സംഭവിച്ചാൽ ബ്രെയിൻ അതൊരു ത്രെട്ടാക്കി വിചാരിക്കുക, അതൊരു എന്താ പറയുക അപകട സാധ്യതയെന്ന് വിചാരിച്ചിട്ട് അതിന് അനുസരിച്ച് പ്രവർത്തിക്കാൻ നോക്കും. അപ്പോൾ 2 ഹോർമോൺസ് റിലീസാവും. അതാണ് അഡ്രിനാലിനും കോർട്ടിസോളും. ഗ്രേറ്റ്. അഡ്രിനാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിളാണ്, നമുക്ക് പെട്ടെന്നുള്ള റിയാക്ഷൻ. അതായത് ഇപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് പോക്കറ്റോട്ട് നിർത്തം കയറി, ആ സമയത്ത് അഡ്രിനാലിനാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്താ വേണ്ടത്? രക്ഷപ്പെടുക, അവിടെ നിന്ന് സർവൈവ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്.
അപ്പോൾ പെട്ടെന്ന് വെട്ടിക്കുക എന്നുള്ളതാണ് നമ്മുടെ മൈൻഡ് വരിക, റിയാക്ഷനാണ്. പക്ഷേ അതേപോലെ കോർട്ടിസോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇമ്മീഡിയറ്റ് റിഫ്ലെക്സ് റിയാക്ഷൻ ആണ് അഡ്രിനാലിൻ. അതായത് ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് റെസ്പോൺസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. കോർട്ടിസോൾ എന്ന് വെച്ചാൽ അത് സ്ട്രെസ് ഹോർമോണാണ്. ഓക്കെ, നമ്മൾ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് പറ്റുമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കോർട്ടിസോൾ റിലീസാവും, ബ്രെയിനിൽ കോർട്ടിസോൾ റിലീസാവും. അപ്പോൾ എന്ത് സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരുപാട് കാലം നമ്മളിങ്ങനെ നമ്മുടെ ഫുഡ് ഇങ്ങനെ ലേറ്റായിട്ട് കഴിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ വിട്ട് പോയി കുറച്ച് ദിവസം, അപ്പോൾ ഈ കോർട്ടിസോൾ ഇങ്ങനെ ബ്രെയിനിൽ ഫില്ലായിക്കൊണ്ടിരിക്കും. അങ്ങനെ ഫില്ലായി കുറേ നാൾ കോർട്ടിസോൾ നമുക്ക് ഓർമ്മക്കുറവുണ്ടാവും, പിന്നെ ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ കുറയും, നമുക്ക് തീരുമാനം എടുക്കാനുള്ള പവറൊന്നും ഉണ്ടാവില്ല. കാരണം ഇത് കൂടുതൽ ബ്രെയിനിലുള്ളതുകൊണ്ട്. നേരത്തെ പറഞ്ഞ അഡ്രിനാലിൻ ഇല്ലേ, അത് കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ പെട്ടെന്ന് ആക്റ്റീവ് റിയാക്റ്റീവ് റെസ്പോണ്ട് റിയാക്റ്റീവ്. നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മളൊരു കളിയാക്കി, നമ്മളൊരാൾ ചുമ്മാ കളിയാക്കി, നമ്മൾ സാധാരണ ഗതിയിലാണെങ്കിൽ എന്ത് വെച്ച് കഴിഞ്ഞാൽ അവസാനിപ്പിച്ച് നമ്മൾ അതിൽ കൂടെ കൂടുക, അല്ലെങ്കിൽ നമ്മൾ അവസാനിപ്പിച്ച് വിടും. പക്ഷേ ഷുഗർ താന്നിരിക്കുന്ന സമയമാണ്, ഗ്ലൂക്കോസ് താന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ റിയാക്ട് ചെയ്യില്ല, നമ്മൾ ചീത്ത വിളിക്കും. കാരണം വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് റെസ്പോണ്ട് ചെയ്യില്ല, അതന്നെ ചീത്ത വിളിക്കും. ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞ ഒരു മെയിൻ പോയിന്റ് ഉണ്ട്, അതായത് ലോജിക്കലായിട്ടുള്ളെങ്കിൽ തിങ്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു, യുക്തിസഹജമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ബ്രെയിനിലെ ഏറ്റവും വലിയ കോമ്പോണൻ്റ് ആണ്, നമ്മൾ മിക്ക വീഡിയോസിലും പറഞ്ഞ കാര്യമാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്, ചിന്തിക്കുന്ന ഭാഗം. ഇവനാണ് നമ്മുടെ ബ്രെയിനിലെ CEO. ഒരു കമ്പനിയിലെ CEOനെ പോലത്തെ ഒരാളാണ് ഇത് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അവൻ പണി മുടക്കി കഴിഞ്ഞാൽ പല കാര്യങ്ങളും അവതാളത്തിലാവും, റാഷണലായിട്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് പണി മുടക്കുന്നത്? അവന് വേണ്ട ഫ്യൂലില്ല. എന്താണ് ഫ്യൂൽ? ഗ്ലൂക്കോസ്. ബ്രെയിനിൽ നമ്മളിപ്പോൾ പറഞ്ഞു ഗ്ലൂക്കോസ് ആണ് ബ്രെയിനിന് ഏറ്റവും ആവശ്യമായ. അതിൽ ഏറ്റവും കൂടുതൽ ഗ്ലൂക്കോസ് കൺസ്യൂം ചെയ്യുന്ന ആളാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സ്. അപ്പോൾ അവന് നമ്മൾ ഗ്ലൂക്കോസ് കൊടുത്തില്ലെങ്കിൽ അവൻ പണി മുടക്കും. അതുകൊണ്ടാണ് നമ്മൾ യുക്തിസഹജമായിട്ട് തിങ്ക് ചെയ്യാൻ നമുക്ക് പറ്റാത്തത് വിശക്കുന്ന സമയത്ത്. അപ്പോൾ എന്തൊക്കെയാണ് പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിൻ്റെ പ്രവർത്തനങ്ങൾ? വിവേകം, ക്ഷമ, എംപത്തി. അത് നമുക്കൊരു കാര്യം, ഒരു പ്രശ്നം വന്നാലോ അല്ലെങ്കിൽ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നു കഴിഞ്ഞോ അതിനെ ലോജിക്കലായിട്ട് അനലൈസ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള കഴിവ് ഈ ഗ്ലൂക്കോസ് നമ്മൾ കുറയ്ക്കുന്നത് വഴി നഷ്ടപ്പെടും. കറക്റ്റ്. അപ്പോൾ കറക്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പ്രോപ്പറായിട്ട് ഫുഡ് കഴിക്കുക, പ്രോപ്പർ ടൈമിൽ ഫുഡ് കഴിക്കുക. നമ്മൾ അതായത് ഒന്ന് വിശന്ന് കഴിഞ്ഞാലോ അതായത് ഡിലേ വരുത്തി കഴിഞ്ഞാലോ നമ്മുടെ ക്യാരക്ടർ ഇൻഫ്ലുവൻസ് ചെയ്യും. ഇതിലിപ്പോൾ നമ്മൾ ക്യാരക്ടർ എന്നും പറഞ്ഞു, ബിഹേവിയർ എന്നും പറഞ്ഞു. ഞാൻ എപ്പോഴും പറയാം ക്യാരക്ടറും ബിഹേവിയറും ഇത് രണ്ടാണ്. ബിഹേവിയറും ക്യാരക്ടറും എന്താ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. ബിഹേവിയർ എന്ന് പറയുന്നത് റിയാക്ഷൻ. ഈ കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു റിയാക്ഷൻ നമ്മൾ എപ്പോഴും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ, കുറേ കാലം ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അത് നമ്മുടെ ക്യാരക്ടറായി മാറും. കറക്റ്റ്. അപ്പോൾ ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ക്യാരക്ടർ ഉണ്ടാക്കണം. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെ ഫോളോ ചെയ്യണം. അതായത് ഞാൻ ഇങ്ങനെ ആയിരിക്കണം എൻ്റെ ക്യാരക്ടർ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതിന് ഏറ്റവും വലിയ എളുപ്പവഴി എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ, അതായത് ആ ബിഹേവിയർ കുറേ കാലം ഒരേ കാര്യം പെരുമാറിയാൽ മതി, അത് നമ്മുടെ ക്യാരക്ടറായി മാറും. അപ്പോൾ ഒരാൾ നമ്മളെ വെറുതെ ചീത്ത വിളിക്കുക അല്ലെങ്കിൽ നമ്മളെ അനാവശ്യമായിട്ട് നമ്മൾ പ്രൊവോക്ക് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മളത് ഇഗ്നോർ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റില്ല, നോൺ റിയാക്റ്റീവ് ആവുക. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഈ സാധനം വർക്കൗട്ട് ചെയ്യാൻ കുറച്ച് പ്രശ്നമായിരിക്കും, പക്ഷേ പിന്നീട് അത് കുറേ കഴിഞ്ഞ് ക്യാരക്ടറായി മാറും. അപ്പോൾ ഈ ബിഹേവിയർ കൺട്രോൾ ചെയ്യുന്നത് നല്ല ഫുഡുകൾ കഴിച്ച് നല്ല ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ചെയ്താൽ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും ബിഹേവിയേഴ്സ്. അപ്പോൾ നമുക്ക് അങ്ങനെ നൈസായിട്ട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. നീ പറഞ്ഞ ഒരു പോയിന്റ് നിന്ന് കറക്റ്റ് സമയത്ത് ഫുഡ് കറക്റ്റ് ക്വാണ്ടിറ്റിയിൽ കഴിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് ലെവൽ മെയിൻറ്റെയിൻ ആവുന്നു, നമ്മളുടെ ബിഹേവിയർ അതിനനുസരിച്ചിട്ട് മാച്ച് ആവുന്നു, നല്ല ബിഹേവിയർ ആവുന്നു എന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. ഇവിടെ എനിക്കൊരു പോയിന്റ് ആഡ് ചെയ്യാനുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. സെലിബ്രിറ്റീസ് മുതൽ എല്ലാ ആളുകളും ഫോളോ ചെയ്യുന്ന വെയിറ്റ് ലോസിന് വേണ്ടി ഫോളോ ചെയ്യുന്ന ഒരു ഫാസ്റ്റിംഗ് മെത്തേഡാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. 16 മണിക്കൂറൊക്കെ ഫുഡ് കഴിക്കാതിരിക്കുക, അതാണ് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ആ ഫാസ്റ്റിംഗ് മെത്തേഡിന് അതിൻ്റേതായിട്ടുള്ള പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ബിക്കോസ് ന്യൂട്രീഷനെ പറ്റി സംസാരിക്കുമ്പോൾ ഡെഫിനറ്റ്ലി വി ഹാവ് ടു ടോക്ക് അബൌട്ട് ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ്. അതുപോലെ മെജോറിറ്റി ഓഫ് ആൾക്കാരും ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിങ്ങിനെ ഒരു വലിയ സംഭവമായിട്ടാണ് കണ്ടിരിക്കുന്നത്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്നതോടുകൂടി ബോഡിയിലെ ഫാറ്റ് മൊത്തം അടിഞ്ഞു പോവും, ഫാറ്റ് മൊത്തം കൺവേർട്ടാവും, നമ്മൾ തടി കുറയും, വെയിറ്റ് ലൂസ് ആവും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് വഴി ഇത് ചെയ്യാൻ പറ്റും. പക്ഷേ ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് ആൾക്കാർ ചെയ്യുന്ന മേജർ മിസ്റ്റേക്കാണ് ഞാൻ പറയാൻ പോകുന്നത്. നമ്മളുടെ ഒരു ട്രഡീഷണൽ വേ ഓഫ് ലിവിങ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന മീല് രാവിലത്തെ മീലാണ്. ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്യാനാണ് എല്ലാവർക്കും പറ്റുക. അപ്പോൾ ഇവർ ബ്രേക്ക്ഫാസ്റ്റ് സ്കിപ്പ് ചെയ്തിട്ട് ഒരു 12 മണിക്കൂറോ 13 മണിക്കൂറോ ഫുഡ് കഴിക്കാതിരിക്കും. വിച്ച് മീൻസ് പിന്നെ ഫുഡ് കഴിക്കുന്നുണ്ടാവുക വൈകുന്നേരത്തായിരിക്കും, ഡിന്നറാവും കഴിക്കുന്നുണ്ടാവുക.
നീ പറഞ്ഞതുപോലെ ഓൾറെഡി ശരീരത്തിൻ്റെ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ബ്രെയിനിൽ റാഷണലായി ചിന്തിക്കുന്ന പ്രീഫ്രോണ്ടൽ കോർട്ടെക്സിന് വർക്ക് ചെയ്യാനുള്ള എനർജിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഭയങ്കര ക്രേവിങ്സ് ആയിരിക്കും. നമ്മൾ 7 മണിയാവുന്ന സമയത്ത് പോയിട്ട് ഹെവി ആയിട്ട് ഫുഡ് അടിക്കും. അപ്പോൾ ആക്ച്വലി റിസൾട്ട് കിട്ടുന്നില്ല. അവരവിടെ ഫുഡ് കഴിക്കാതിരുന്ന് സേവ് ചെയ്ത കലോറീസ് മുഴുവൻ ഈ ഒരൊറ്റ മീല് കൊണ്ട് കലോറി ഫുള്ളാക്കും. നീ പറഞ്ഞ ചീറ്റ് മീലിൻ്റെ എക്സാമ്പിൾ ഇല്ലേ, ഒരാഴ്ച കംപ്ലീറ്റ് അവർ നല്ല ഫുഡ് കഴിച്ച് മെയിൻറ്റെയിൻ ചെയ്തു. സൺഡേ പോയിട്ട് ചീറ്റ് മീൽ കഴിച്ചു. അത് വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്, പ്രത്യേകിച്ച് ഒരു റിസൾട്ടും ഇല്ല. അതുപോലെയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തിട്ടില്ലെങ്കിൽ. വൈകുന്നേരം പോയിട്ട് ഹെവി ആയിട്ട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസും ഒക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ ഫുഡ് കഴിക്കാതെ മെയിൻറ്റെയിൻ ചെയ്ത് പോയ സാധനത്തിനെ കംപ്ലീറ്റ് കൊല്ലുന്ന പരിപാടിയാണ്. ഇനി ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് ബോഡിയുടെ വെയിറ്റ് ലോസ് സംഭവിക്കാറുണ്ട്. ഒരു 2 to 3 kg ഒരു 1-2 ആഴ്ചയും കൊണ്ട് കമ്മിയാവാറുണ്ട്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ, നമ്മളുടെ ബോഡിയിൽ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള എനർജി റിക്വയർമെൻറ്റ് ഗ്ലൈക്കോജൻ ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, ഓർ ഗ്ലൂക്കോസ്. ഈ ഗ്ലൂക്കോസ് ആണ് നമ്മളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും എടുക്കുന്നത്. ഇത് മെയിൻലി ഗ്ലൂക്കോസ് അല്ലെങ്കിൽ ഗ്ലൈക്കോജൻ വാട്ടറുമായിട്ട് ലിങ്ക്ഡ് ആണ്, വെള്ളമായിട്ട് ലിങ്ക്ഡ് ആണ്. കുറേ വെള്ളം അബ്സോർബ് ചെയ്ത് വയ്ക്കും ഇത്. അപ്പോൾ രാവിലെ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ ബോഡിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടി ഈ ഗ്ലൈക്കോജനെ കൺവേർട്ട് ചെയ്ത് ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് ബോഡി അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ ഈ വെള്ളം മൊത്തം ബോഡിയിൽ നിന്ന് കൺവേർട്ടായി പോകും. അങ്ങനെയാണ് ഈ 2 to 3 kg ബോഡി വെയിറ്റ് കുറയുന്നത്. അല്ലാതെ അവിടെ ഫാറ്റ് അല്ല ആക്ച്വലി ബേൺ ആവുന്നത്. മെജോറിറ്റി ഓഫ് ആൾക്കാർ തെറ്റായി വിചാരിക്കുന്നത് ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുമ്പോൾ എൻ്റെ ഫാറ്റാണ് ആക്ച്വലി ബേൺ ആവുന്നതാണ് സങ്കല്പിക്കുന്നത്. പക്ഷേ ആക്ച്വൽ കേസിൽ ബ്രെയിനിനും അതുപോലെ ബോഡി പാർട്സിനും പ്രവർത്തിക്കാനുള്ള ഗ്ലൈക്കോജൻ, വാട്ടർ അബ്സോർബ് ചെയ്ത് വെച്ച ഗ്ലൈക്കോജൻ ആണ് ആക്ച്വലി ബ്രേക്ക് ഡൗൺ ആവുന്നത്. എന്നിട്ട് ഇവർ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു ദിവസം നോർമലി കഴിക്കുന്നത് പോലെ 3 നേരം കഴിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഗ്ലൈക്കോജൻ വീണ്ടും സ്റ്റോർ ആവും. അപ്പോൾ വെയിറ്റ് കൂടും. അപ്പോൾ അവർ വിചാരിക്കുമ്പോൾ ഞാൻ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന സമയത്ത് ഫാറ്റ് ബേൺ ആയിരുന്നു എന്ന് തെറ്റായിട്ട് വിചാരിക്കും. അപ്പോൾ ഇതിലുള്ള പോയിന്റ് എന്താണെന്നുണ്ടെങ്കിൽ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഇസ് ഗുഡ് ഓർ ബാഡ് എന്ന് ചോദിച്ചാൽ അതിന് കുറച്ച് പോസിറ്റീവ്സ് ഉണ്ട്. പോസിറ്റീവ്സ് എന്താണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് ശരിക്കും റിയൽ ഹങ്കർ ഏതാണ്, ബോർഡം ഹങ്കർ ഏതാണെന്ന് റിയലൈസ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് വെറുതെ ഇരിക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ലേ, അതാണ് ബോർഡം ഹങ്കർ. നമ്മൾ ബോറടിക്കുന്നത് കൊണ്ട് നമുക്ക് തോന്നുന്ന ഹങ്കറാണ്. റിയൽ ഹങ്കർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ശരിക്കും നമ്മുടെ ബോഡിക്ക് അവിടെ ഗ്ലൂക്കോസിൻ്റെ റിക്വയർമെൻ്റ് ഉണ്ട്. നീ പറഞ്ഞതുപോലെ ബ്രെയിൻ പ്രവർത്തിക്കാൻ അവിടെ ഒരു ഗ്ലൂക്കോസ് ഷോർട്ടേജ് ഉണ്ട്. അപ്പോൾ ആ ഗ്ലൂക്കോസിന് വേണ്ടി നമ്മൾ ഫുഡ് കഴിക്കുമല്ലോ, ഗ്ലൈക്കോജന് വേണ്ടി ഫുഡ് കഴിക്കുക, അതാണ് റിയൽ ഹങ്കർ. അപ്പോൾ ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആൾക്കാർക്ക് ഇതിനെ പറ്റിയൊരു ഡിഫറൻസ് മനസ്സിലാവും. എനിക്ക് നേരത്തെ തോന്നിയതൊക്കെ ബോർഡം ഹങ്കർ ആയിരുന്നു, ഇപ്പോൾ തോന്നുന്ന റിയൽ ഹങ്കർ ആണെന്നത് മനസ്സിലാക്കാനുള്ള ഒരു മെത്തേഡാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ്. ഇനി ഒരു അഡ്വാൻറ്റേജ് കൂടെ ഉള്ളത്, നല്ല പ്രോപ്പർ ആയിട്ടുള്ള ഫുഡാണ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്ന ആൾക്കാർ കഴിക്കുന്നത് വിചാരിക്കുക. ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തു, നല്ല ക്വാളിറ്റി ഉള്ള ഫുഡാണ്, നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഗുഡ് ഫുഡാണ് കഴിക്കുന്നുണ്ടെങ്കിൽ അയാളുടെ ഫുഡ് മാനേജ് ചെയ്യാൻ കുറച്ചുകൂടി എളുപ്പമായിരിക്കും. ഇപ്പോൾ നീ ആലോചിച്ച് നോക്കുക, രാവിലെ വർക്കിന് പോകുന്ന ആളാണെങ്കിൽ രാവിലെ ഞാൻ എന്ത് കഴിക്കും എന്നുള്ളത് പ്ലാൻ ചെയ്യണം, അപ്പോൾ അതിനനുസരിച്ച് പ്രിപ്പയർ ചെയ്യണം. പക്ഷേ രാത്രി ഒരു നേരം മാത്രം കഴിക്കുന്ന ആളാണെങ്കിൽ, ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുക്കുന്ന ആളാണെങ്കിൽ ആ ഒരു മീല് മാത്രം ബെസ്റ്റ് ആക്കിയിട്ട് കൊണ്ടുവരാൻ പറ്റും, സിമ്പിളാക്കാൻ പറ്റും കുറച്ചുകൂടെ കാര്യങ്ങൾ. പക്ഷേ രാവിലെ ഉച്ചയ്ക്ക് കഴിക്കുന്ന ആളെങ്കിൽ ഇന്നിപ്പോൾ രാവിലെ എന്താ കഴിക്കുക, എൻ്റെ വീട്ടിലൊക്കെ എപ്പോഴും ഡിസ്കഷൻ വരാറില്ല, നാളെ ഇപ്പോൾ എന്താ ഉണ്ടാക്കുക കഴിക്കാൻ. മിക്ക വീട്ടിലും ഇങ്ങനെ നമ്മൾ പ്ലാൻ ചെയ്യാറില്ല, ഉച്ചയ്ക്ക് എന്താ കഴിക്കാൻ ഉണ്ടാക്കുക, രാത്രി എന്താ കഴിക്കാൻ ഉണ്ടാക്കുക. അപ്പോൾ ബെസ്റ്റായിട്ട് ഫുഡ് കഴിക്കുന്ന ഒരാൾക്ക് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് ഓക്കെയാണ്. പക്ഷേ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് എടുത്തിട്ട് ചീറ്റ് മീൽ കഴിക്കുന്ന പോലെയാണ് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവുള്ളൂ. ഇനി എനിക്കൊരു ചോദ്യമുള്ളത്, അതായത് നമ്മൾ നന്നായി പെരുമാറാത്തത് നമ്മൾ നല്ല ആളല്ലാത്തത് കൊണ്ടാണോ, അതോ നമ്മുടെ ബോഡിയിൽ നന്നായിട്ട് ഫ്യൂവൽ മെയിൻറ്റെയിൻ ചെയ്യാത്തതുകൊണ്ടാണോ എന്നുള്ളതാണ്. നമ്മൾ നല്ല ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ എന്തൊക്കെ ഫുഡ് കഴിക്കണം അല്ലെങ്കിൽ കഴിക്കേണ്ടതെന്നൊന്നും ഞങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, ഞങ്ങളുടെ ഏരിയയിൽ അത് നമുക്ക് ആധികാരികമായി പറയാൻ ഞങ്ങൾ ന്യൂട്രീഷനിസ്റ്റുകളല്ല, അതുകൊണ്ടാണ് നമ്മൾ പറയാത്തത്. പക്ഷെ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നാമത്തെ പോയിന്റ്, ഷുഗർ സ്പൈക്ക് ഉള്ള ഫുഡുകൾ ഒഴിവാക്കുക. അപ്പോൾ ഷുഗർ സ്പൈക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ മധുരം കഴിച്ച് നമുക്ക് എന്താ ഉണ്ടാകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ഷുഗറിൻ്റെ അളവ് പെട്ടെന്ന് കൂടുകയാണ്. അത് പെട്ടെന്ന് ഇൻക്രീസ് ആവുന്ന, മധുരം കഴിച്ചാൽ പെട്ടെന്ന് ഇൻക്രീസ് ആവും. അപ്പോൾ ബ്രെയിൻ എന്ത് ചെയ്യും വെച്ച് കഴിഞ്ഞാൽ അതൊരു അപകട സാധ്യതയെ മനസ്സിലാക്കിയിട്ട് എന്തോ ഒരു ത്രെട്ട് വരുന്നത് മനസ്സിലാക്കിയിട്ട് ഇൻസുലിൻ പ്രവർത്തിക്കും. ഇൻസുലിൻ ഒരുപാട് റിലീസ് ചെയ്യും. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഈ മധുരം കുറയുന്നതിന് പകരം നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിൻ്റെ അളവ് ഇങ്ങനെ കുറയും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ
നമ്മുടെ ക്യാരക്ടറിൽ നിന്ന് വിട്ടുപോകും. അതായത് നമ്മുടെ പെരുമാറ്റം മൃഗീയമായിട്ടുള്ള പെരുമാറ്റമായി മാറും. അതായത് ഗ്ലൂക്കോസ് പറയുമ്പോൾ വീണ്ടും ബ്രെയിനിന് പ്രശ്നമാണ്. അപ്പോൾ നമ്മൾ ഡെയിലി ഇങ്ങനെ നല്ല ഷുഗർ ഉള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഷുഗർ സ്പൈക്ക് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ ഇൻസുലിൻ റിലീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കും. അപ്പോൾ ആ സമയത്ത് എന്ത് സംഭവിക്കണം? നമ്മുടെ എനർജി ലോസ് ആവും. ആ ബ്രെയിന് പ്രവർത്തിക്കാനുള്ള എനർജി ഇല്ല. പിന്നെ ലാസ്റ്റ് ഒരു പോയിന്റ് വരും, നമ്മുടെ ബോഡി പ്രവർത്തിപ്പിക്കുന്ന ഇൻസുലിൻ മതിയാവാതെ വരും ഈ ഷുഗർ സ്പൈക്ക് ഡിക്രീസ് ചെയ്യാൻ. അപ്പോഴാണ് നമ്മൾ ഇൻസുലിൻ ഇഞ്ചക്ഷൻ ഒക്കെ വെക്കുക, ഷുഗറിന്റെ ടാബ്ലറ്റ് ഒക്കെ കഴിക്കുക. അപ്പോൾ നമ്മൾ ഇൻസുലിൻ ഒരുപാട് ഇങ്ങനെ ഡെയിലി നമ്മൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമ്മുടെ ഗ്ലൂക്കോസ് കുറയുമല്ലോ. കുറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 2 സാധനം വരും. ഏതൊക്കെ? അഡ്രിനാലിനും കോർട്ടിസോളും വരും. അപ്പോഴും നമ്മുടെ ശരീരം ശരിയല്ല, നമ്മുടെ പെരുമാറ്റം വീക്കായി. അപ്പോൾ ഇതിനെന്താണ് സൊല്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഷുഗർ കട്ട് ചെയ്യുക, പഞ്ചസാര. രണ്ടാമത് ഈ തവിട് അടങ്ങിയിട്ടുള്ള അരി, ഓട്സ്, അങ്ങനത്തെ ഭക്ഷണങ്ങൾ കഴിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം ഷുഗർ നോർമൽ സ്പീഡിൽ നമ്മുടെ ആവശ്യമുള്ള ഗ്ലൂക്കോസ് ഉണ്ടാക്കി തരും. ഇൻസ്റ്റന്റ് ആയിട്ട് സ്പൈക്ക് ആവില്ല, ഗ്രാജുവൽ ആയിട്ട് സ്പൈക്ക് ആവുള്ളൂ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മുടെ ശരീരത്തിന് വലിയ വ്യത്യാസം. അതായത് ഇതൊരു ത്രിട്ടല്ല, അതായത് ഇതൊരു അപകട സാധ്യതയല്ല, നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ള ഗ്ലൂക്കോസ് തന്നെയാണ് ഉണ്ടാക്കി തരുന്നത് വരും. മറ്റേതങ്ങനെയല്ല, ഒറ്റയടിക്ക് കയറുമ്പോഴാണ് ബ്രെയിൻ കൺഫ്യൂഷൻ ആവുന്നത്. അവിടെ എന്താ സംഭവിക്കുക വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നാഗവല്ലി ഗംഗയിലേക്ക് തിരിച്ചു വരുന്നൊരു സാധനം ഉണ്ടല്ലോ, അതൊക്കെ തിരിച്ചു വരുമ്പോൾ ചോദിക്കില്ലേ, നകുലേട്ടാ എനിക്ക് എന്താ പറ്റിയത്? അതുപോലെ ബ്രെയിന് ചോദിക്കും കൺഫ്യൂസ്ഡ് ആയിട്ട്, അയ്യോ ഞാനിപ്പോൾ എന്താ പ്രവർത്തിച്ച്. കാരണം ബ്രെയിന് ആകെ കൺഫ്യൂഷനായി പോവാണ്. കാരണം ഒരുപാട് ഈ ഫ്ലക്ച്വേഷൻ വരുമ്പോൾ മറ്റേ ഷുഗർ സ്പൈക്ക് ആവുന്നു, ഇൻസുലിൻ വരുന്നു, വീണ്ടും മറ്റേ അഡ്രിനാലിനും കോർട്ടിസോളും വരുന്നു, ആകെപ്പാടൊരു കൺഫ്യൂഷനായി വരും. ഇവിടെ നീ പറഞ്ഞത് തവിട് പോലുള്ള ഫുഡ് നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസ് ലെവൽ ഇൻസ്റ്റന്റ് ആയിട്ട് സ്പൈക്ക് കൊണ്ടുവരാതെ വളരെ പതുക്കെ കൊണ്ടുവരുള്ളൂ. പക്ഷേ നമ്മൾ പ്രോസസ്ഡ് ആയിട്ടുള്ള ഷുഗർ കഴിക്കുന്ന സമയത്ത് ഗ്ലൂക്കോസ് വളരെ പെട്ടെന്ന് കൂടുന്നു പറഞ്ഞില്ലേ. ഇവിടെ കണക്ട് ചെയ്ത് പറയാനുള്ളത് ഫാറ്റിലും ഉണ്ട് ഇതുപോലെ 2 കാറ്റഗറി, കാർബോഹൈഡ്രേറ്റിൽ ഇതുപോലെ 2 കാറ്റഗറി. ഫാറ്റ് ഫുഡിലും നമ്മൾ ഫാറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യാൻ പാടില്ല. ഒരു മിത്തായിട്ടുള്ള കാര്യമാണ് നമ്മൾ ഫാറ്റ് കംപ്ലീറ്റ്ലി കട്ട് ചെയ്യണം, ഫാറ്റ് ഭയങ്കര ബാഡ് ആണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ ആക്ച്വലി ഫാറ്റ് നമ്മുടെ ബ്രെയിനിന് പ്രവർത്തിക്കാൻ 100% വേണം. നമ്മൾ കട്ട് ചെയ്യേണ്ടത് ബാഡ് ഫാറ്റ് ആണ്. കൊളസ്ട്രോളിൽ തന്നെ ഗുഡ് കൊളസ്ട്രോളും ഉണ്ട്, ബാഡ് കൊളസ്ട്രോളും ഉണ്ട്. ഇപ്പോൾ ട്രാൻസ് ഫാറ്റ് ഇല്ലേ, ലോ ക്വാളിറ്റി ഓയിലിൽ നിന്നും അതുപോലെ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിൽ നിന്നൊക്കെ വരുന്ന ഫാറ്റ് വളരെ ബാഡാണ്. ആ ഫാറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബാഡ് കൊളസ്ട്രോൾ ഇൻക്രീസ് ചെയ്യും. ഈ ബാഡ് കൊളസ്ട്രോളാണ് നമ്മുടെ ബ്ലഡ് വെസൽസ്, ആർട്ടറീസിൽ ബ്ലോക്ക് ഉണ്ടാക്കുന്നതും ഹാർട്ട് അറ്റാക്ക് വരുന്നതും. പക്ഷേ ദർ ആർ ഗുഡ് ഫാറ്റ്സ്. ഇപ്പോൾ ഫാറ്റി ഫിഷ് ഇല്ലേ, മനസ്സിലായി, ഫാറ്റി ഫിഷിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ്, മീനിൽ നിന്ന് കിട്ടുന്ന ഫാറ്റ് നല്ല ഫാറ്റാണ്. ആ ഫാറ്റ് നമ്മുടെ ബോഡിയിൽ ലിവറിന് ആവശ്യമാണ്. ആ കൊളസ്ട്രോൾ കിട്ടിയിട്ട് വേണം, അല്ലെങ്കിൽ ആ ഗുഡ് ഫാറ്റ് കിട്ടിയിട്ട് വേണം ബ്രെയിനിന് പ്രവർത്തിക്കാൻ. സോ ഫാറ്റ് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ഫാറ്റ് കട്ട് ചെയ്തിട്ട് പ്രോട്ടീൻ മാത്രം അടിച്ച് കയറ്റുന്ന പരിപാടി അല്ല ഗുഡ് ഡയറ്റ്. യു ഹാവ് ടു ഈറ്റ് ഫാറ്റ്. പക്ഷേ നമ്മൾ ചൂസ് ചെയ്യുന്ന ഫാറ്റ് കറക്റ്റ് ഫാറ്റ് ആയിരിക്കണം. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡിലെ ഫാറ്റ് 100% ബാഡ് കൊളസ്ട്രോൾ ആണ്. പ്രോസസ്ഡ് അല്ലാത്ത ഫുഡിലെ ഫാറ്റ്, നോൺ വെജ് ഫുഡ് നമ്മൾ കഴിക്കുമല്ലോ, അത് ഓവർ പ്രോസസ്ഡ് അല്ലാതെ നമ്മളിപ്പോൾ വീട്ടിൽ ചിക്കനോ ബീഫോ മീനോ എന്ത് വാങ്ങിച്ച് കഴിക്കുകയാണെങ്കിലും അത് ഓവർ പ്രോസസ്ഡ് അല്ല. ഓവർ പ്രോസസ്ഡ് അല്ലാതിരിക്കുന്ന സമയത്തുള്ള ഫാറ്റ് ഗുഡ് ഫാറ്റ് ആയിരിക്കും. കാർബ്സിലും കാർബോഹൈഡ്രേറ്റിലും ഇതുപോലെ 2 കാറ്റഗറി ഉണ്ട്. സ്ലോ ബേണിംഗ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, ഫാസ്റ്റ് ബേണിംഗ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. നമ്മളൊരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് നേരത്തേക്ക് വിശപ്പ് തോന്നില്ല, അതാണ് സ്ലോ ബേണിംഗ് കാർബോഹൈഡ്രേറ്റ്. ഇപ്പം നമ്മൾ കഴിക്കുന്ന അരി ഭക്ഷണങ്ങൾ എല്ലാം കാർബോഹൈഡ്രേറ്റ് ആണ്. അതൊരു നല്ല വലിയ മരത്തടി പോലെയാണ്, അത് കത്തിക്കഴിയുക ഒരുപാട് സമയം എടുക്കും. അപ്പോൾ നമുക്ക് എനർജി കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും. നമ്മൾ ചോറ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ചോറ് കഴിക്കുന്നതോടുകൂടി കലോറിയും കിട്ടും. ആ കലോറിയോട് കൂടി നമുക്ക് പ്രവർത്തിക്കാൻ കുറേ നേരം അത് സ്ലോ ബേണിംഗ് ആയിട്ട് നിൽക്കും. ഇനി ഒരു ടൈപ്പ് കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഫാസ്റ്റ് ബേണിംഗ് കാർബോഹൈഡ്രേറ്റ്സ്. ഷുഗർ കൂടുതലുള്ള സാധനം, ബേക്കറി പ്രൊഡക്ട്സ്, അതിൽ നിന്ന് എല്ലാ ഫൈബറും ഗ്ലൂക്കോസും ഒക്കെ അടിച്ച് പരത്തി വെറും ഒന്നുമില്ല അതിൽ. അത് ആക്ച്വലി ഒരു പേപ്പർ പീസ് പോലെയാണ്. ആ പേപ്പർ നമ്മൾ വയറിലേക്ക് ഇട്ട് കത്തി അപ്പം തന്നെ എരിയും. പിന്നെ നമുക്ക് വീണ്ടും വിശപ്പിനുള്ള ഫീലിംഗ് വരും. ഇപ്പം നീ ഒരു പേസ്ട്രി ഒക്കെ കഴിച്ചു എന്ന് വിചാരിച്ചോ, കേക്കിൻ്റെ ഒരു പീസ് കഴിച്ചാൽ നിനക്ക് വിശപ്പ് മാറില്ല, നിനക്ക് ആ ഗ്രാറ്റിഫിക്കേഷൻ കിട്ടും. പക്ഷെ സ്റ്റിൽ ആ വിശപ്പോടെ ഉണ്ടാവും. ബിക്കോസ് ആ കാർബോഹൈഡ്രേറ്റ് പെട്ടെന്ന് തന്നെ ബേൺ ആയി പോകും. ഇങ്ങനെ 2 കാർബ്സ് ഉണ്ട്. അപ്പം നമ്മൾ ചൂസ് ചെയ്യേണ്ടത് നമ്മൾ കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് സ്ലോ ബേണിംഗ് കാർബോഹൈഡ്രേറ്റ് ആണോ ഫാസ്റ്റ് ബേണിംഗ് കാർബോഹൈഡ്രേറ്റ് ചൂസ് ചെയ്യണം. സ്ലോ ബേണിംഗ് കാർബോഹൈഡ്രേറ്റ് നമ്മൾ ചൂസ് ചെയ്യണ്ടേ, ബിക്കോസ് അത് നമുക്ക് കുറച്ച് നേരം അതേ സെയിം കലോറിയിൽ കുറച്ച് നേരം കൂടെ പ്രവർത്തിക്കാനുള്ള എനർജി തരും.
ഇനി 2 കാറ്റഗറിയാണ് ഹോട്ട് ഫുഡ് ആൻഡ് കോൾഡ് ഫുഡ് എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ ട്രഡീഷണലി ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടോ, ചക്ക ചൂടാണ്, ചെറുപഴം തണുപ്പാണ്. എന്താണ് ഈ ചൂടും തണുപ്പും ഫുഡ്? അത് തൊട്ട് നോക്കുമ്പോൾ ചൂടൊന്നുമില്ല, പക്ഷെ അത് ചൂടാണെന്ന് പറയുന്നതിൻ്റെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ തെർമോജെനിസിസ് എന്ന് പറഞ്ഞൊരു സയൻസ് ആണ് അതിന് പിന്നിലുള്ളത്. നമ്മളുടെ ബോഡി ഒരു ഫർണസ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസിൽ എപ്പോഴും മെയിൻറ്റെയിൻ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഫർണസ് ആണ് നമ്മുടെ ശരീരം. എപ്പോഴും 37 ഡിഗ്രി സെൽഷ്യസ് ആവാൻ നോക്കും. നമ്മൾ നല്ല എരിവുള്ള ഭക്ഷണമോ നല്ല ഹെവി ചിക്കനൊക്കെ അടിച്ച് കയറ്റി കഴിഞ്ഞാൽ നമുക്ക് ഉള്ളിലത്തെ ഒരു പുകച്ചിൽ ഫീൽ ചെയ്യില്ലേ? അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ സ്പൈസസിലൊക്കെ ക്യാപ്സൈൻ എന്ന് പറഞ്ഞിട്ടൊരു കോമ്പണൻ്റ് ഉണ്ട്, മെയിൻലി ഈ മുളക് പൊടിയിലും പെപ്പറിലൊക്കെ. അതേപോലെ ഹൈ പ്രോട്ടീനാണ് ചിക്കൻ. നമ്മൾ ചിക്കണും ഇതുപോലത്തെ സ്പൈസസോ കൂടുതൽ കഴിച്ചാൽ നമുക്കൊരു ഇറിറ്റേഷൻ ഫീലിംഗ് വരുന്നതിൻ്റെ റീസൺ എന്താണെന്നുണ്ടെങ്കിൽ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ബോഡി ഹൈ ടെമ്പറേച്ചറിലേക്ക് പോകാം. 37 ഡിഗ്രി സെൽഷ്യസിന് ഹൈ ടെമ്പറേച്ചറിലേക്ക് പോയാലേ ഇതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബിക്കോസ് ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ഡൈജഷൻ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കോമ്പണൻ്റ് ആണ് പ്രോട്ടീൻ. അപ്പം നീ ചിക്കൻ കുറേ കഴിച്ചാൽ അതിൻ്റെ കൂടെ സ്പൈസും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആവും. ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസ് ആകുമ്പോൾ അവിടെ ബ്രെയിൻ കൊടുക്കുന്ന പ്രിവെൻറ്റീവ് മെക്കാനിസം ആണ് വേർക്കുക എന്നുള്ളത്. എന്നിട്ട് ഈ സ്വെറ്റിൽ നിന്ന് കാറ്റടിക്കുന്ന സമയത്ത് ആ കൂളിംഗ് എഫക്റ്റ് വരും. അതിന് വേണ്ടിയിട്ടാണ് വേർപ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹോട്ട് ഫുഡ് എന്ന് പറയില്ലേ, ചക്ക, ഈ പ്രോട്ടീൻ കണ്ടന്റ് കൂടുതലുള്ള ചിക്കൻ പോലത്തെ ഐറ്റംസും സ്പൈസും കൂടുതലെങ്കിൽ നമുക്ക് ഒരു ഇറിറ്റേഷൻ വരുന്നത് അതുകൊണ്ടാണ്. നേരെ മറിച്ച് നല്ല ഒരു ഗ്ലാസ് തൈര്, ചെറുപഴം, ഇതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബാഡ് ഫീലിംഗ് ഉണ്ടാവില്ല. അത് എന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ ഇത് ഡൈജസ്റ്റ് ചെയ്യാൻ ബോഡിക്ക് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ റേസ് ആവില്ല. ബോഡി ടെമ്പറേച്ചർ 37 ഡിഗ്രി മെയിൻറ്റെയിൻ ആയി നിൽക്കും. സോ ഇത് എന്തിനാ പറഞ്ഞതെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഹെവി ആയിട്ടുള്ള ഈ ഹോട്ട് ഫുഡ് എന്ന് പറഞ്ഞ ഹൈ പ്രോട്ടീൻ ഉള്ള മസാലകൾ കൂടിയുള്ള ഫുഡ് നിങ്ങൾ നൈറ്റ് ടൈമിൽ കഴിക്കാതിരിക്കുക. ബിക്കോസ് നൈറ്റ് ടൈമിൽ ഡൈജഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സ്ലോ ഡൗൺ ചെയ്യുന്ന പരിപാടിയാണ്. നമ്മുടെ മെറ്റബോളിക് ആക്ടിവിറ്റീസ് എല്ലാം സ്ലോ ആണ്. അപ്പോൾ രാവിലെ നമ്മുടെ ഫർണസ് നല്ല കത്തി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, നമ്മൾ ഭയങ്കര എനർജറ്റിക് ആയിട്ട് നിൽക്കുന്ന സമയം, അപ്പോൾ ഇതുപോലത്തെ ഫുഡ് കഴിച്ചോളൂ. നൈറ്റ് ആവുന്ന സമയത്ത് കുറച്ചുകൂടെ ബോഡി ടെമ്പറേച്ചർ റേസ് ആവാത്ത രീതിയിലുള്ള ഫുഡ്സ് കഴിക്കുക. ദാറ്റ്സ് വാട്ട് യു ക്യാൻ ഡു. ഇപ്പം നീ പറഞ്ഞ ഈ പ്രോട്ടീൻസും പിന്നെ ഫാറ്റ്സും പറഞ്ഞ ഹെൽത്തി ഫാറ്റ്സ്, അത് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഞാൻ ഉദ്ദേശിച്ച രണ്ടാമത്തെ പോയിന്റ് ഇതായിരുന്നു, നമ്മുടെ സൊല്യൂഷൻ പോലെ അതെങ്ങനെയാണ് ബ്രെയിനിൽ കണക്ട് ആവുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഹെൽത്തി ഫാറ്റ്സും പ്രോട്ടീനും നമ്മുടെ ബ്രെയിനിലുള്ള പോസ്റ്റ്മാൻമാരാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അതായത് നമ്മുടെ ശരീരത്തിൽ എന്ത് ചലിക്കണം അല്ലെങ്കിൽ എവിടെ എങ്ങനെ പ്രവർത്തിക്കണം എന്ന് തീരുമാനിക്കുന്ന ആൾക്കാരാണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഈ നല്ല പ്രോട്ടീനും ഹെൽത്തി ഫാറ്റ്സും കഴിച്ച് കഴിയുമ്പോൾ ഇവർക്ക് ഉള്ള എനർജി അതാണ്. ഏത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനുള്ള എനർജി കൊടുക്കുന്നത് ഈ പറഞ്ഞ ഫുഡ് ഫാറ്റാണ്. അപ്പോൾ നമ്മൾ ഫുഡ് സെലക്ട് ചെയ്യുമ്പോൾ അങ്ങനത്തെ ഫുഡ് സെലക്ട് ചെയ്യണം എന്ന് പറയുന്ന റീസൺ അതാണ്. ഇനി എനിക്ക് പറയാനുള്ള പോയിന്റ്, നമ്മളൊരു നല്ല ക്യാരക്ടർ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ നല്ല മനുഷ്യനാവാനായിട്ട് നമ്മൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാക്കി എടുക്കാനോ അല്ലെങ്കിൽ പുസ്തകങ്ങൾ പുറകെ വായിച്ചാലും ഉണ്ടാക്കിയിട്ട് ആവശ്യമില്ല. അത് തുടങ്ങേണ്ടത് നമ്മുടെ അടുക്കളയിൽ നിന്നാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഫുഡിൽ നിന്നാണ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഫുഡുകൾ പോലെ ഇരിക്കും നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ആവുന്നത്. ഫുഡാണ് നമ്മളെ ക്യാരക്ടറിലെ വിവേകം, പിന്നെ ഒരാളോട് കരുണ തോന്നുന്നത്, പിന്നെ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാക്കുന്നത്, ഇതെല്ലാം കൊണ്ടുവരുന്നത് ഫുഡാണ്. ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ ചക്കയുടെ കേസ് പറഞ്ഞപ്പോൾ എനിക്ക് കാര്യം ഓർമ്മ വന്നു. നമ്മുടെ ഈ കുറച്ച് ക്യാരക്ടർ ട്രേറ്റ്സ് ഉണ്ട് അത് ഫുഡിൽ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഫണ്ണി ആയിട്ട് തോന്നും, എന്ത് വട്ടി പറയണം തോന്നുമെങ്കിലും അത് ജസ്റ്റ് ഫാക്റ്റ് ആയിട്ട് മാത്രം നിങ്ങൾ എടുത്താൽ മതി. കാരണം അതിനെ ഞാൻ എൻ്റെ സബ്ജക്റ്റിന് വേണ്ടി കണക്ട് ചെയ്തെന്ന് മാത്രം. ഫസ്റ്റ് പോയിന്റ് പറഞ്ഞുതരാം. സീസണൽ ഫുഡ് എന്ന് പറഞ്ഞിട്ട് കൺസെപ്റ്റാണ്. സീസണൽ ആൻഡ് ലോക്കൽ ഫുഡ്. ചക്ക എന്ന് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ലോക്കലായിട്ട് കിട്ടുന്നതും സീസണലായിട്ട് കിട്ടുന്ന ഫുഡുമാണ്. സീസണലായിട്ട് ഫുഡ് കിട്ടും, അതിൻ്റെതായ ബെനിഫിറ്റ് നമുക്ക് കിട്ടും. നമുക്ക് എന്താണോ കാലാവസ്ഥയുടെ വേണ്ടത് അതിനനുസരിച്ച് നമുക്ക് കിട്ടും. അതിൻ്റെ കൂടെ ലോക്കലി പറഞ്ഞില്ലേ, അപ്പോൾ ഈ പല സമയത്താണ് നമ്മുടെ ഇവിടെ കിട്ടാത്ത ഫുഡിന് വേണ്ടിയിട്ട് വേറെ നാട്ടിൽ ഫുഡ് കഴിക്കണം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ ഫുഡ് കഴിക്കണം ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അവിടെ ഉണ്ടാവേണ്ട ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ട്രാൻസ്പോർട്ടേഷൻ പ്രശ്നം ഉണ്ടല്ലോ, അത് നമ്മൾ പ്രകൃതിയിൽ ഒരു പൊല്യൂഷൻ ഉണ്ടാക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ഫാക്റ്റാണ്, അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ. അപ്പോൾ നമ്മുടെ ഒരു ഗുഡ് ക്യാരക്ടർ ട്രേറ്റ് ഇതാണ്. അതായത് നമ്മുടെ പ്രകൃതിയോടുള്ള ഒരു കടപ്പാടുകൾ കാണിക്കുക. രണ്ടാമത്തത്
ഇവരില്ലേ കടപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ സീസണൽ ഫുഡ് നമ്മൾ കഴിക്കും അതേപോലെ ലോക്കൽ ഫുഡ് നമ്മുടെ ലോക്കൽ ഫുഡ് നമ്മൾ കഴിക്കും പുറത്തു നിന്നുള്ള ഫുഡ് എടുക്കാതിരിക്കും. നമ്മൾക്ക് ലോക്കലി ഈസിലി അവൈലബിൾ ആവുന്ന ഫുഡുകൾ നമ്മൾ കഴിക്കുക. കാരണം ഈ ട്രാൻസ്പോർട്ടേഷന് ഈ പൊല്യൂഷന്റെ മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളൊരു നമുക്ക് കടപ്പാടെന്ന് പറയാം അത്ര. അതൊരു ലോങ് ബിഗ് സ്കെയിൽ ഇപ്പോൾ ഒരാൾ അങ്ങനെ ഫുഡ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടുള്ള പൊല്യൂഷൻ വളരെ ചെറുതാണ്. പക്ഷെ അത് കോടിക്കണക്കിന് ആൾക്കാർ ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി ഇറ്റ് ഹാസ് എ ഹ്യൂജ് ഇമ്പാക്ട് 100%. രണ്ടാമത്തെ കേസാണ് നമ്മുടെ കർഷകത്തെ സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഇവിടുത്തെ തന്നെ നമ്മുടെ ലോക്കൽ നമ്മുടെ അടുത്തുള്ള വീട്ടുകാർ നൈസ് പുഷ് ഉണ്ടാക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു സസ്റ്റൈനബിൾ അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അവർക്കൊരു നമ്മളതിന് സപ്പോർട്ട് കൊടുക്കുകയാണ്. അതിന് അവർ കൃഷി നമ്മുടെ ദേശത്തെ ആൾക്കാർ കൃഷി ചെയ്യുന്നു, നമ്മൾ അനുഭവിച്ചാൽ അവർക്ക് ഹെൽപ്പ് പോലെ. ഇനി വേറെ ക്യാരക്ടർ ബിസിനസ് നമുക്ക് എത്തിക്കൽ ഈറ്ററായി മാറാം. അതായത് എത്തിക്കൽ ഈറ്റർ അതായത് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു മൈൻഡ്ഫുൾ ആയിട്ട് ഫുഡ് കഴിക്കുന്നത് എങ്ങനെയാണ്, ടേസ്റ്റ് ആസ്വദിച്ച് കഴിക്കണം പറഞ്ഞ ആ മൈൻഡ്ഫുൾനെസ്സിന്റെ കൂടെ നമ്മൾ മനസ്സിൽ എപ്പോഴും ചിന്തിക്കേണ്ട കാര്യമാണ് ഈ ഫുഡ് നമ്മൾ കഴിക്കുമ്പോൾ ഇതിന്റെ പിന്നിലുള്ള എഫേർട്ട് ഇതെങ്ങനെ വന്നു, അതായത് ആരൊക്കെ ഇതിനെ പ്രവർത്തിച്ചു. അപ്പൊ അവരോടൊക്കെ നമ്മൾ റെസ്പെക്ട്, അതായത് അവരോടൊക്കെ ഒരു കൃതജ്ഞത ഒക്കെ പറയാം. അങ്ങനെ അപ്പാള് നമ്മളെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും. അത് നമ്മുടെ ക്യാരക്ടർ ഡെവലപ്പ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് ആവില്ല, നമ്മൾ അമിത ഭോജനം ചെയ്യില്ല, അത് നമ്മുടെ ശരീരത്തിന് നല്ലതാണ്, നമ്മുടെ വൃത്തിക്ക് നല്ലതാണ്. ഇന്നത്തെ ന്യൂട്രീഷൻ എന്നുള്ളത് ഒരു റോളർ കോസ്റ്റർ പോലത്തെയാണ്. കുറേ ടോപ്പിക്കുകൾ കവർ ചെയ്തു. ഐ എം ഗോയിങ് ടു കൺക്ലൂഡ് വിത്ത് വൺ പോയിന്റ്. ഇക്കിഗായ് എന്ന് പറഞ്ഞൊരു ജാപ്പനീസ് ഒക്കിനാവ ഐലൻഡിലുള്ള ആൾക്കാരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന ബുക്കാണത്. അവിടെ ഒരുപാട് ആൾക്കാർ കൂടുതൽ ഏജ് ജീവിക്കുന്നു, സെഞ്ചുറിയൻസ് 100 വയസ്സിന് മുകളിലൊക്കെ പോകുമ്പോൾ അവിടെ ഒരു സ്റ്റഡി നടത്തിയപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിലെ ആൾക്കാർ കൂടുതൽ ജീവിക്കുന്നുണ്ട്. അത് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാർ ജീവിക്കുന്നുണ്ട്, വെജ് കഴിക്കുന്ന ആൾക്കാർ കൂടുതൽ ജീവിക്കുന്നുണ്ട്. ഇവരിലെല്ലാവരിലും കോമൺ ആയിട്ട് കണ്ട ഒരു ട്രീറ്റ് എന്തായിരുന്നുണ്ടെങ്കിൽ ഇവരെല്ലാവരും ലെസ് പ്രോസസ്ഡ് ഫുഡ്സാണ് കഴിക്കുന്നത്. നിങ്ങൾ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്നുണ്ടോ വെജിറ്റേറിയൻ ഫുഡ് എടുക്കുന്നുണ്ടോ എന്നുള്ളത് അവിടെ ആക്ച്വലി ഒരു പോയിന്റ് അല്ല. നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ പ്രോസസ്ഡ് ഫുഡാണോ കഴിക്കുന്നത്, നോൺ പ്രോസസ്ഡ് ഫുഡാണോ കഴിക്കുന്നത്, നേച്ചറിൽ അത് ഈ ഫോമിലാണ് അവൈലബിൾ. അതിനെ പ്രോസസ് ചെയ്ത് ഈ ഫോമിലാക്കി ഇത്രയും ദൂരത്തിലാക്കി നിങ്ങൾ കഴിക്കുകയാണ്. ദാറ്റ് ഇസ് എ പ്രോബ്ലം. നേച്ചറിൽ ഈ ഫോമിലാണ്, അതിനെ ചെറുതായിട്ടൊന്ന് പ്രോസസ് ചെയ്തു, കുക്ക് ചെയ്തു, നമുക്ക് കഴിക്കാൻ പറ്റുന്ന പോയിന്റ് ആക്കി നിങ്ങൾ കഴിച്ചു. ദിസ് ഈസ് ഗുഡ് ഫോർ യുവർ ഹെൽത്ത്. സോ ഈ എപ്പിസോഡിൻ്റെ ടേക്ക് അവേ, ഈറ്റ് ലെസ് പ്രോസസ്ഡ് ഫുഡ്. നല്ല ഗട്ട് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ നല്ല മെൻ്റൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുക. നല്ലൊരു ലൈഫ് ആശംസിച്ചുകൊണ്ട് രാക്സൻ ജോബി വൈൻഡിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.